ഹായ് ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. നമുക്കിതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കിയാലോ. അതിനായി ഞാനിവിടെ ക്ലീൻ ചെയ്ത ഒരു 250 ഗ്രാം പ്രോൺസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ കാണുന്ന മസാലകളൊക്കെ ഒന്ന് ചേർത്ത് മാഗ്നേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഫിഷ് മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ 3 സവാള ഇതുപോലെ നേർത്തതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നമുക്ക് ആ സ്ലൈസ് ചെയ്ത് വെച്ച സവാള എല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള കിസ്മിസും കാഷ്യൂ നട്ട്സും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാഷ്യൂ നട്ട്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു ഗോൾഡൻ കളർ ആകുന്ന ടൈം നമുക്ക് കിസ്മിസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊരു ബലൂൺ പോലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഓയിലിൽ നിന്നും വാങ്ങിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും മതിയാവും. നമുക്ക് ഈ കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടി നമ്മുടെ ഈ ഓയിലിൽ നിന്ന് നമുക്ക് എടുക്കാം. നമുക്ക് ഈ കാണുന്ന സ്പൈസസും കൂടി ആഡ് ചെയ്യാം. അതിലേക്ക് നമുക്ക് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ആ പ്രോൺസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പ്രോൺസ് ആഡ് ചെയ്തൊന്ന് നിരത്തി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പ്രോൺസ് ഒന്ന് സോഫ്റ്റണായി വരുമ്പോഴത്തേക്കും ഞാൻ 2 ടൊമാറ്റോ സ്ലൈസ് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പ്രോൺസും ഈ ടൊമാറ്റോയും കൂടി ഒന്ന് കുക്കാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ 3 കൂടി ഒന്ന് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ മസാല കൂട്ടിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാവുന്നതാണ്. നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഒണിയനും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒണിയനും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാൻ നേരത്തെ അരച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ അതേ സെയിം ജാറിൽ കുറച്ച് വെള്ളവും കൂടി എടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ മസാല കുക്കാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കുക്കായി വന്ന മസാലയ്ക്ക് നമുക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗവിൽ നിന്നും വാങ്ങാം.
നമുക്കിനി റൈസ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ റൈസ് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഊറ്റിയാണ് എടുക്കാനുള്ളത്. നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഞാനിവിടെ ബസ്മതി റൈസ് ആയതുകൊണ്ട് അരി ഊറ്റിയെടുത്താൽ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ അരി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഊറ്റിയ ശേഷം ദം ചെയ്തെടുക്കാം. നമുക്ക് ദം ചെയ്യാൻ മസാലയും റൈസും ലെയറാക്കിയ ശേഷം ഒരു 10 മിനിറ്റ് സിമ്മിലിട്ട് ദം. അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.